ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫംഗ്ഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷിലുള്ള ഡെഫിനേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മലയാളത്തിന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്. ഓക്കെ, അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. കുറച്ച് സ്പെസിഫിക് ആയിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ഫംഗ്ഷൻ എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാനും റീയൂസബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റീയൂസബിളാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രോഗ്രാമിന് ഭയങ്കരമുള്ള യൂസുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് C++നെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പേടിക്കേണ്ട. C++ൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കണ്ടാൽ മതി. 5 വീഡിയോ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് കാണാം. നമ്മളിപ്പോൾ കോഡ് ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടെ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. യൂസിങ് നെയിം സ്പേസ് STD എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പല കൂട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഈ സി ഔട്ടിന് മുമ്പിൽ STD നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. എപ്പോൾ സി ഔട്ട് ചെയ്താലും STD എന്ന് എഴുതണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസിങ് നെയിം സ്പേസ് STD എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഡിൻ്റെ കുറച്ചുകൂടി റീഡബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്രോഗ്രാമേഴ്സിന് എഴുതാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെഡർ ഫയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറയാം. ഹെഡർ ഫയൽ IOStream യൂസ് ചെയ്യുന്നത് സീനും സി ഔട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, C++ൽ സീനും സി ഔട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇത് സംഭവങ്ങളൊന്നും കിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ കളഞ്ഞ് കാട്ടിത്തരാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനത് പറഞ്ഞതെന്നുള്ള മുമ്പ് ഞാൻ ഇത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഒരു ഫംഗ്ഷൻ എഴുതി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇൻ്റെ A, B, സം 0 എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ദെൻ സീനിട്ട് A മേടിക്കുന്നു. ദെൻ സെക്കൻഡ് നമ്പർ സീനിട്ട് B മേടിക്കുന്നു. ദെൻ നമുക്ക് സം = A+B. ദെൻ സി ഔട്ട് സം. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലോക്ക് ഓഫ് കോഡാണിത്. ഇത് ഫംഗ്ഷൻ അല്ല കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാട്ടിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സം വന്നിട്ടിട്ട് ജസ്റ്റ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് സാധാ പോലെ വാല്യൂ അടിക്കുന്നു, ആൻസർ കിട്ടുന്നു. ഓക്കെ, സിമ്പിൾ സംഭവം. ബട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഞാനിവിടെ ഇത് 3 വട്ടം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, 1 2 3 4. ഓക്കെ, 4 വട്ടം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോഡിൻ്റെ വലുപ്പം നോക്കാം, 38 ലൈൻ ഓഫ് കോഡായിട്ട് മാറിയിട്ടുണ്ട് ഇത്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഇനി ഇത് പ്രിൻ്റ് ചെയ്ത് കാട്ടിത്തരാം. ഇപ്പോൾ ഒരു 4 വട്ടമൊക്കെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. 1 2 ദെൻ 3 4. ഓക്കെ, 4 വട്ടം നമ്മൾ ഒരേ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, വാല്യൂ അടിക്കുന്നു, ആൻസർ കിട്ടുന്നു, വാല്യൂ അടിക്കുന്നു, ആൻസർ കിട്ടുന്നു, വാല്യൂ അടിക്കുന്നു, ആൻസർ കിട്ടുന്നു. ദെൻ 4 ടൈംസ്. ഓക്കെ, നമുക്ക് വലിയൊരു കോഡാണ് എഴുതുന്നുണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളയാം. ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇതൊന്നും ഒന്നും ആവശ്യമില്ല കേസ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു സിമ്പിൾ ഫംഗ്ഷൻ ഞാൻ കാട്ടിത്തരുവാണ്. ജസ്റ്റ് ഇവിടെ ഒരു ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്യുക. നമ്മൾ എഴുതിയ കോഡ് നേരെ കോപ്പി ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യുക. ദെൻ സമ്മോളൊക്കെ ചെയ്യുക, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ദെൻ ആൻസർ കിട്ടുന്നു. ഇത്ര ചെറിയൊരു കോഡിൽ ഇത്ര അധികം ഔട്ട്പുട്ട് കിട്ടുന്നു, കണ്ടില്ലേ? ഇത്ര ചെറിയൊരു കോഡാണ്, 27 ലൈൻ കോഡാണ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ യൂസ്. ഫംഗ്ഷൻ എന്നാൽ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ 2 തരം ഫംഗ്ഷൻസ് ആണുള്ളത്, ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ബിൽഡ് ഇൻ ഫംഗ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾ കാട്ടിത്തരാം. ഇവിടെ ഫ്ലോർ, പിന്നെ പവർ, പിന്നെ ടു ലോവർ, ടു അപ്പർ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ബിൽഡ് ഇൻ ഫംഗ്ഷൻസ്. നമ്മൾ കഴിഞ്ഞ അറേ എന്ന് പറഞ്ഞ വീഡിയോയിലൊരു ബിൽഡ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ട്രിങ് മേടിക്കുക, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതിന് ലെങ്ത്ത് എന്ന് പറയുന്നതൊരു ബിൽഡ് ഇൻ ഫംഗ്ഷനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ഇവിടെ സഞ്ജു എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ദെൻ ലെങ്ത്ത് 6 എന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്ന സംഭവം ഒരു ബിൽഡ് ഇൻ ഫംഗ്ഷനാണ്. ഓക്കെ, ജസ്റ്റ് ഞങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ 4 തരമാണ് ഉള്ളത്. ഒന്നാമത്തെ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. രണ്ടാമത്തെ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ദെൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ ആൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ സംഭവം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. അപ്പോൾ നമുക്ക് കോൾ ബൈ വാല്യൂയും പിന്നെ ഡിക്ലറേഷനും എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ആ പ്രോഗ്രാം ഫുള്ള് ചെയ്യാം. ഓക്കെ, കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ വേരിയബിളും പിന്നെ നമ്മുടെ ഇൻഡിമൈൻ്റെ ഉള്ളിലത്തെ വേരിയബിളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് വാല്യൂ നമ്മൾ ആ വാല്യൂവിനെ നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂവും ഇൻഡിമൈനായിട്ടും യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻഡിമൈൻ്റെ ഉള്ളിൽ ഇൻ്റെ A=10 കൊടുക്കുന്നുണ്ട്. ദെൻ ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഇടേണ്ട പേരിലാണ് നിങ്ങൾ കോൾ ചെയ്യേണ്ടത്. ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഹേ, ഹലോ, വാട്ടെവർ, ദെൻ നിങ്ങളുടെ പേര് വേണമെങ്കിൽ ഇടാം, എന്ത് പേര് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനിവിടെ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. വോയിഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ
ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മളിവിടെ സി ഔട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, നമുക്കിവിടെ വിത്ത് ആർഗ്യുമെൻ്റ് ആണ്. ജസ്റ്റ് ആ വാല്യൂ ഇവിടേക്ക് എത്തുന്നു. ഞാൻ കാട്ടിത്തരാം. ഞാൻ ഇവിടെ എ എന്ന് കൊടുക്കുകയാണ്. ഇൻ്റെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ വാല്യൂ എത്തുന്നു. ദെൻ ഇവിടെ എ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് വാല്യൂ ആണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാട്ടിത്തരാം. 10 എന്ന് പ്രിൻ്റ്. ഓക്കെ, അതായത് നമ്മൾ ഈ കോൾ ചെയ്യുന്ന സമയത്ത് 10 എന്നുള്ള വാല്യൂ ഇവിടേക്ക് എത്തുന്നു. അതായത് വോയിഡ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലത്തേക്ക് 10 എന്നുള്ള വാല്യൂ എത്തുന്നു. ദെൻ ഇൻറ്റ് എ വഴി നമ്മൾ അത് സ്വീകരിച്ചിട്ട് എയിൽ പ്രിൻ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ എയും നമ്മുടെ ഇൻറ്റ് മെയിലത്തെ എ ആയിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഇൻറ്റിലത്തെ എയുടെ വാല്യൂ മാറ്റിയാലും ഇതിൽ മാറില്ല ഗൈസ്. ഓക്കെ, അതായത് ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് മാറില്ല. ഓക്കെ, നമുക്കിനി ഫംഗ്ഷൻ ഡിക്ലറേഷൻ നോക്കാം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റ് മെയിൻ്റെ മുകളിൽ ഫംഗ്ഷൻ ഏതാണെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ്റെ മുകളിൽ എഴുതാണെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ബട്ട് നിങ്ങൾ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ്റെ താഴെയാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ആ ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ സംഭവം കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് ഞാനത് കാട്ടിത്തരാം. നമ്മൾ ആദ്യം ഇൻറ്റ് മെയിൻ്റെ മുകളിലാണ് എഴുതുന്നത്. ഓക്കെ, ഇൻറ്റ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കുവാണ്. ഇത് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റും ഇല്ല, റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതിയിട്ട് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റ് ബി ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുക്കുകയാണ്. ദെൻ സി ഔട്ട് സം ഈസ് ദെൻ കാസ്കേഡ് ചെയ്തിട്ട് എ പ്ലസ് ബി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇൻറ്റ് മെയിൻ്റെ അകത്ത് നമ്മൾ ഈ ഇതിനെ കോൾ ചെയ്യാണ്, ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ദെൻ നമുക്കിത് വർക്കാവുമോ നോക്കാം. അപ്പോൾ സം എന്ന് പറഞ്ഞിങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേ കണ്ടില്ലേ, നമുക്ക് 30 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മുകളിലാണ് എഴുതിയത്. നമുക്ക് ഇനി അടിയിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ ഇത് ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആണ്. ഇതിന് ആർഗ്യുമെൻറ്റും ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം എവിടെയാണ് വരുന്നത്, റിട്ടേൺ വാല്യൂ എവിടെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് നോർമൽ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഫംഗ്ഷനെ നേരെ അടിയിൽ കൊടുക്കുകയാണ്, ഏറ്റവും അടിയിൽ കൊണ്ടിടാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല, കാരണം ഇൻറ്റ് മെയിൻ്റെ താഴെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിക്ലെയർ ചെയ്യണം വോയിഡ് സം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ മതി. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒരു വട്ടം കൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. വർക്ക് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, സെറ്റാണ്, വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റും വോയിഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ വാല്യൂ കൊടുക്കണം. ഓക്കെ, പിന്നെ വോയിഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റും വോയിഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ജസ്റ്റ് ഇനി നമുക്ക് വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഇപ്പോൾ നമുക്ക് റിട്ടേൺ വാല്യൂ വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് വോയിഡ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ വോയിഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിത്ത് ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇൻറ്റ് എ എന്ന് പറയുന്ന സംഭവം ബി എന്ന് പറയുന്ന സംഭവം ഇൻറ്റ് മെയിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വെച്ച് സമ്മിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തു വിടാണ് കേസ്. ഓക്കെ, അപ്പോൾ കൊടുത്തു വിട്ടിട്ട് ഇവിടേക്ക് ഏറ്റവും അടിയിലേക്ക് എത്തുന്നു. ഇൻറ്റ് എ ബി എന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് എത്തുന്നു. അപ്പോൾ മുകളിൽ നമ്മളത് ഡിക്ലെയർ ചെയ്ത് വെക്കണം, അടിയിൽ നമ്മൾ എഴുതി വെക്കണം. അതായത് എത്തുന്ന കാര്യം നമ്മൾ മുകളിൽ എഴുതണം, അടിയിലും എഴുതണം. ഓക്കെ, ഇൻറ്റ് മെയിനകത്ത് നമ്മൾ എയും ബിയും ഡിക്ലെയർ ചെയ്തിട്ട് ഇനീഷ്യലൈസും ചെയ്തിട്ട് സമ്മിൻ്റെ അകത്ത് സം എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ കൂടെ 2 ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എ കോമ ബി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ ഈ എയും ബിയും നേരെ നമ്മുടെ വോയിഡ് സം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഡെഫിനേഷൻ ചെയ്ത് എഴുതി വെച്ചിട്ടില്ലേ അവിടേക്ക് എത്തുന്നു. ദെൻ സി ഔട്ടിൽ എ പ്ലസ് ബി ഇതാവുന്നു 30 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു. ഡിക്ലെയർ ചെയ്യാൻ മറക്കരുത്, മുകളിൽ ഇൻറ്റ് എയും ബിയും ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് സംഭവം എയും ബി എന്നുള്ള പേര് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അതായത് നമുക്ക് എന്നും ബി എന്നും വെച്ചാൽ മാത്രമല്ല നമുക്കിപ്പോൾ എത്തുന്ന വാല്യൂ നം1 നം2 എന്ന് വെച്ചാലും എന്ത് പേര് വെച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ജസ്റ്റ് മനസ്സിലാക്കുക, ഇത് കോൾ ബൈ വാല്യൂ മെത്തേഡാണ്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് കോൾ ബൈ വാല്യൂ ഈ ഇൻറ്റ് മെയിൻ്റെ അകത്തുള്ള വാല്യൂം ഇതിലത്തെ ഫംഗ്ഷൻ്റെ അകത്തത്തെ വാല്യൂ നമ്മൾ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ച് വാല്യൂ മാറ്റിയാലും ഇതിൽ നമ്മുടെ ഇൻറ്റ് മെയിന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ജസ്റ്റ് അത് ഞങ്ങൾ റെഫറൻസ് കോൾ ബൈ റെഫറൻസ് ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി വിത്തൗട്ട് ആർഗ്യുമെൻ്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ നമുക്ക് നോക്കാം. അപ്പോൾ വിത്തൗട്ട് റിട്ടേൺ വാല്യൂ എന്ന് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുക. വിത്ത് റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വരുന്നതൊക്കെ എടുത്ത് കളയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ആർഗ്യുമെൻറ്റ് വേണ്ട.
ദെൻ നമുക്ക് വോയിഡ് എന്നുള്ളിടത്തൊക്കെ മാറ്റി ഇൻറ്റ് നാക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് നാക്കാണ്. ദെൻ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ഞാൻ ഡെഫിനീഷൻ്റെ അടുത്തും ഡിക്ലറേഷൻ്റെ അടുത്തും മാറ്റണം. ദെൻ നമുക്കിവിടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നേരെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റ് എ =10 ബി =2 എന്നുള്ളത് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തിലാണ്. പിന്നെ സമ്മ് വിളിക്കുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇനി റിട്ടേൺ വാല്യൂ കൊടുക്കാം. റിട്ടേൺ a+b എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ സമ്മിൻ്റെ അകത്ത് ഒരു വാല്യൂ വരുന്നുണ്ട്, അത് നമുക്ക് ഇൻറ്റ് സി എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാം. ഓക്കെ, റിട്ടേൺ എന്ന് പറയുമ്പോൾ റിട്ടേൺ ആയിട്ട് നമുക്കൊരു ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക് തന്നെ ഒരു വാല്യൂ കിട്ടുകയാണ്. അപ്പോൾ സിയിലേക്ക് അത് കയറുന്നു. ദെൻ നമ്മൾ സം ഈസ് സി എന്ന് പറഞ്ഞ് പ്രിൻ്റ് അയക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നു ഗൈസ്. ഓക്കെ, സി എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻ്റ് അയക്കുകയാണ്. ദെൻ നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഓക്കെ കണ്ടില്ലേ, സം ഈസ് 30 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഒരു റിട്ടേൺ വാല്യൂ കൊടുക്കുകയാണ്. ആ റിട്ടേൺ വാല്യൂ സിയിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നു. ദെൻ നമ്മൾ ആ സി പ്രിൻ്റ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടൊന്ന് മനസ്സിലാക്കുക ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ ആണ്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഇൻറ്റ് a, b എന്നുള്ളതിൽ വാല്യൂസ് നമ്മൾ സമ്മിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തു വിടണം. ഓക്കെ, കോൾ ചെയ്യുമ്പോൾ തന്നെ കൊടുത്തു വിടണം. ഞാൻ കാട്ടിത്തരാം. അതായത് നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്യാണ് a, b എന്ന് പറഞ്ഞിട്ട് ഇൻറ്റ് a, b എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇൻറ്റ് a =10 b =20 എന്നുള്ളത് നമ്മൾ ഇൻറ്റ് മെയിൻ്റെ അകത്തിലാണ്. ദെൻ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ, സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ വാല്യൂസ് സ്വീകരിക്കണം. ഓക്കെ, അപ്പോൾ a, b എന്ന് പറഞ്ഞ് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യാണ്. പാസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻറ്റ് സമ്മിലകത്ത് ഇതൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പോൾ ഇൻറ്റ് a, ഇൻറ്റ് b എന്ന് പറഞ്ഞ് സംഭവം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യം സംഭവം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്കിംഗ് ആണോ നോക്കാം. അപ്പോൾ ഈ a, b എന്ന് പറഞ്ഞ വാല്യൂ ഇവിടേക്ക് എത്തുന്നു. അതിന് ശേഷം ഇവിടെ a+b ആയിട്ട് സിയിലേക്ക് എത്തുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. ഇത് ഇച്ചിരി കൺഫ്യൂഷനായിട്ട് തോന്നും, ബട്ട് എളുപ്പമാണ് ഗൈസ്, സിമ്പിൾ സംഭവമാണ്. ഓക്കെ, അപ്പോൾ 30 എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത്രയ്ക്കുള്ള സിമ്പിൾ സംഭവമാണ്. നമുക്ക് കോൾ ബൈ റെഫറൻസ് എന്താണെന്ന് നോക്കാം. കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ ബൈ വാല്യൂവിൽ ഞാൻ പറഞ്ഞു ഇൻറ്റ് മെയിൻ്റെയും ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ വാല്യൂയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന്. ബട്ട് ഇവിടെ ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ആംപ്രസെൻറ്റ് വെച്ച് അതിൻ്റെ ലൊക്കേഷനാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ ഇൻറ്റ് *a എന്ന് കൊടുക്കുക. ഇതൊരു പോയിൻ്ററാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ പോയിൻറ്റേഴ്സിനെ പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞത് നോക്കാം. ബട്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് സംഭവം നടക്കുന്നതെന്ന്. നമുക്കിവിടെ നോക്കുമ്പോൾ *a എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. ബട്ട് നമ്മളിവിടെ വെറും എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ ലൊക്കേഷനാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് അതിൻ്റെ ലൊക്കേഷനായിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാല്യൂ മാറ്റിയാലും ഇൻറ്റിൻ്റെ അകത്തെ വാല്യൂ മാറും ഗൈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാട്ടി തരാം. നമ്മളിവിടെ ജസ്റ്റ് ആംപ്രസെൻറ്റ് a എന്ന് തന്നെ കൊടുത്തിട്ട് ഇവിടെ *a എന്ന് കൊടുത്ത് ഇവിടെ നമ്മൾ വാല്യൂ ജസ്റ്റ് മാറ്റാണ് ഗൈസ്. ഓക്കെ, *a അസൈൻ. ഓക്കെ, *a =*a+4 എന്ന് കൊടുക്കാം. നമുക്ക് *a+4. ഓക്കെ, ദെൻ നമുക്ക് റിട്ടേൺ *a എന്ന് കൊടുക്കാം. അപ്പോൾ റിട്ടേൺ വയ്ക്കുമ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ നമുക്ക് ജസ്റ്റ് റിട്ടേൺ വാല്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻറ്റ് മെയിൻ്റെ ഉള്ളിൽ സി ഔട്ട് ചെയ്തിട്ടുള്ളൂ. ആ മറ്റേ ഹലോ എന്ന് പറഞ്ഞിട്ടല്ല സി ഔട്ട് ചെയ്തേക്കണേ. ജസ്റ്റ് സി ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ജസ്റ്റ് സി ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാല്യൂ മാറിയിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ, 14 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഇൻറ്റ് മെയിൻ്റെ ഉള്ളിലത്തെ വാല്യൂ മാറും. അതാണ് കോൾ ബൈ റെഫറൻസ്. അതായത് നമ്മൾ ലൊക്കേഷനാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻറ്റ് മെയിൻ്റെ അകത്തെയും കൂടി വാല്യൂ മാറും. അതാണ് റെഫറൻസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കോൾ ബൈ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ സ്റ്റാറുള്ളതൊക്കെ എടുത്ത് കളയാണ്. ഈ സ്റ്റാറുകളൊക്കെ എടുത്ത് കളയുക. ദെൻ നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ 10 പ്രിൻ്റ് ആവുക. അതായത് കോൾ ബൈ വാല്യൂവിൽ
നമുക്ക് ഫംഗ്ഷൻ്റെ അകത്ത് വാല്യൂ മാറ്റിയാലും, അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളകത്ത് വാല്യൂ മാറ്റിയാലും ഇൻറ്റ് മെയിൻ്റെ അകത്ത് വാല്യൂ മാറില്ല. ബട്ട് നമ്മൾ കോൾ ബൈ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാല്യൂ മാറും ഗൈസ്. ഓക്കെ, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫംഗ്ഷൻസിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം. എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് പറയാം. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. സീ സൂൺ. ടേക്ക് കെയർ.